മലയാളികൾക്കിടയിൽ ഫേമസ് ആയ ലൈനാണ് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇത് പുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടിയ എല്ലാവർക്കും ഒരു ആശ്വാസവാക്കായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഈ ഒറ്റ ലൈനിലൂടെയാണ് നമ്മൾ പൊൻകതിർ എന്നുള്ള ബ്രാൻഡിനെ അറിഞ്ഞു തന്നത്. തീർച്ചയായും ഈ ലൈൻ എങ്ങനെയുണ്ടായത്? എൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനോടായാലും പാരൻസിനോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചും മിടുക്കന്മാരായി 10 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം ആരംഭിക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കണം എന്നാണ്. സൂപ്പർ. അപ്പോൾ ഞാൻ ഇവർക്ക് ഒരേ പാക്കറ്റ് സാമ്പിൾ കൊടുക്കും, ഉണ്ടാക്കി നോക്കാം, ഉണ്ടാക്കി നോക്കാം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും. അടിപൊളി. നല്ലതാണെങ്കിൽ ചേട്ടൻ പറഞ്ഞ ഈ ഷോപ്പുകാരനോട് പറയാ ഐറ്റം വെക്കാന്ന് പറയും. അപ്പോൾ ഇന്ന് എത്ര പുട്ട് നമ്മൾ മലയാളി പൊൻകതിറിന്റെ കഴിക്കുന്നുണ്ട് ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ? 70 മുതൽ 80 ടൺ വരെയാണ്. ഫസ്റ്റ് ഡേ ഓർക്കുന്നുണ്ട്, എത്രയായിരുന്നു പ്രൊഡക്ഷൻ? ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 75 കിലോ ചാക്ക അരിയായിട്ടാണ്. അത് തന്നെ അന്ന് സെയിൽ ചെയ്യാൻ വലിയ പാടായിരുന്നു. 5 ടൈപ്പ് അരിയാണ് നമ്മൾ മിക്സ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. സിംഗിൾ പുട്ടുപൊടി, സിംഗിൾ പുട്ടിന്. അതെന്തിനാ 5 ടൈപ്പ്? അത് ഓരോ അരിക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ബിസിനസ് തന്നെ ആവാന്നുള്ളത്. ഒന്നാമത്തെ കാര്യം പഠിക്കാൻ അത്ര വലിയ മിടുക്കണമെന്നായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫാമിലിയിൽ അധികം പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ എല്ലാരും എന്താ പറയുന്നത്? ഇപ്പോഴും അവര് പറയുന്നത് ബിസിനസ് ഭയങ്കര ടെൻഷനാണല്ലോ. അങ്ങനെ പറയണ്ടല്ലേ? ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഇല്ല. മലയാളികളുടെ അടുക്കളയിൽ രുചി തീർക്കുന്ന ഒരു ബ്രാൻഡിന്റെ സ്റ്റോറിയാണ് ഇന്നത്തെ ബി ടോക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. പൊൻകതിറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്നത്തെ ബി ടോക്കിലിരിക്കുന്നത്, മിസ്റ്റർ ബിജോയ്. വെൽക്കം ടു ബി ടോക്ക് സർ. നമസ്കാരം, ഞാൻ ബിജോയ്, പൊൻകതിർ ഫുഡ്സിന്റെ MD ആണ്. ഓരോ ബ്രാൻഡിന്റെ പേരുണ്ടായതിനൊരു കഥ ഉണ്ടാവും പറയും. പൊൻകതിറിന്റെ പേരുണ്ടായ കഥ എന്താണ്? പൊൻകതിർ എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് കയറിന്റെ യൂണിറ്റ് ആയിരുന്നു. കയറിന്റെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡീഫൈബറിങ് യൂണിറ്റ് തുടങ്ങി. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു ഡൈവേർഷൻ ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം പുട്ടുപൊടി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പുട്ടുപൊടിയായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു ഇക്വേഷൻ, ഐക്കോണിക് ലൈൻ ഉണ്ടായതും അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതും. അങ്ങനെ നമ്മൾ പുട്ടുപൊടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു നല്ല പേരിടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ബ്രാൻഡ് നല്ല പേര് വേണമെന്നുള്ളൊരു ആഗ്രഹം. ശരിക്കും നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 6 മാസം എടുത്ത് നമുക്ക് നല്ലൊരു പേര് കിട്ടാനായിട്ട്. അങ്ങനെ എൻ്റെ വൈഫ് മിനിയാണ് പൊൻകതിർ എന്നുള്ള ബ്രാൻഡ് നെയിം റെക്കമെൻഡ് ചെയ്ത്. സൂപ്പർ. അപ്പോൾ നമ്മൾ പേര് കിട്ടാൻ കാത്തിരുന്നാലും കുഴപ്പമില്ല, കാത്തിരിക്കണം എന്നാണല്ലേ? നല്ല പേര് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 6 മാസത്തോളം കാത്തിരിക്കേണ്ടതെന്ന്. അടിപൊളി. അപ്പം വൈഫിന് ഈ പേരെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചായിരുന്നോ സാറ്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ 6 മാസവും ഞങ്ങൾ നല്ലൊരു പേരിന് വേണ്ടിയുള്ള ഒരു സെർച്ചിലായിരുന്നു, ആലോചനയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വൈഫിന് ആ ഒരു പേര് കിട്ടി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ഇപ്പൊ കുറച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഉറപ്പായിട്ടും. മലയാളികൾക്കിടയിൽ ഫേമസ് ആയ ലൈനാണ് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇത് പുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടിയ എല്ലാവർക്കും ഒരു ആശ്വാസവാക്കായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഈ ഒറ്റ ലൈനിലൂടെയാണ് നമ്മൾ പൊൻകതിർ എന്നുള്ള ബ്രാൻഡിനെ അറിഞ്ഞു തന്നത്. ഈ ഒറ്റ ലൈനിലൂടെ പൊൻകതിർ ഫേമസ് ആയി. തീർച്ചയായും. ഈ ലൈൻ എങ്ങനെയുണ്ടായത്? അത് ശരിക്കും പുട്ടുണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു ടാസ്ക് തന്നെ. എന്നാൽ വെള്ളം ചേർക്കുക. പലപ്പോഴും വീട്ടിൽ തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ഒന്നിൽ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും. കറക്റ്റ്. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞത് കട്ടയാവും, വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞതാവും. ഒരാൾക്കും അറിയില്ലായിരുന്നു എന്തോരം വെള്ളം ചേർക്കണം. തെളിച്ച് നോക്കി പരിചയമുള്ളവർക്ക് മാത്രം പുട്ടുണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റേഷ്യോ ഡെവലപ്പ് ചെയ്തെടുത്തത്. നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചു. ജനങ്ങൾക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് പൊൻകതിറിന് ഇപ്പം ഈ പറഞ്ഞ ഇതിലേക്ക് എത്താൻ സാധിച്ചതും ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കാൻ സാധിച്ചതും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഈ ഇക്വേഷൻ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നോ? അത് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഇക്വേഷൻ ഉണ്ടായി വന്നതാണ്? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന്. ആദ്യം നമ്മൾ കുറേ എക്സ്പീരിയൻസ് നടത്തിയിരുന്നു. ആ സമയത്ത് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 3/4 ഗ്ലാസ് വരെ എത്തിയിരുന്നുള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് R&D നടത്തിയതിന് ശേഷമാണ് ഒരു ഗ്ലാസ് തന്നെ എത്തിക്കാൻ നമുക്ക് പറ്റിയത്. നമ്മുടെ പുട്ടുപൊടി അങ്ങനെ ആക്കിയതാണ്. എല്ലാ പുട്ടുപൊടിയിലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അല്ല, സാധിക്കില്ലായിരുന്നു. ആ കാലത്ത് പ്രത്യേകിച്ച് സാധിക്കില്ലായിരുന്നു അങ്ങനെ. അപ്പം പുട്ടുപൊടി അതിനനുസരിച്ച് മാറ്റിയതാണ്. എങ്ങനെ സ്ട്രേറ്റ് സീക്രട്ട് പറയണ്ട, പക്ഷെ അല്ല, പുട്ടുപൊടി അങ്ങനെ മാറ്റിയെടുത്തതാണ്. അതിൻ്റെ പ്രോസസ്സിങ് രീതികളിൽ മാറ്റം വരുത്തിയാണ് അതങ്ങനെ ആക്കിയെടുത്തത്. അന്നത്തെ കാലത്ത് എന്നൊക്കെ വെച്ചാൽ ഈ പുട്ടുപൊടിയിൽ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുമായിരുന്നു, ഇത് അപ്പം ഉണ്ടാക്കാനാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയും അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തുമാണ് ഇത് മാർക്കറ്റിൽ എത്തിച്ചത്. അന്ന് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള ഈ ബ്രാൻഡ് ലൈനും കൊണ്ട് ഈ സൊല്യൂഷൻ കൊണ്ട് എനിക്കൊന്ന് മാർക്കറ്റിൽ ഒന്നൊരു കോളിളക്കം ഉണ്ടാക്കി, സത്യം പറഞ്ഞ അല്ലേ. ഒരുവിധം ആളിലേക്ക് പൊൻകതിർ എന്ന ബ്രാൻഡിനെ എത്തിക്കാൻ സാധിച്ചു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുത്താൽ മാത്രമുള്ള നമ്മളെ ബ്രാൻഡിനെ അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, കയറ്റിക്കൊണ്ടിരാൻ പറ്റുള്ളൂ. ഈ മാർക്കറ്റിംഗ് ഐഡിയ ലൈനും ഒക്കെ സാറിൻ്റെ തന്നെയായിരുന്നു? അതെ. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അടിപൊളി. എന്തൊക്കെ മാറ്റം ഉണ്ടായി ബ്രാൻഡിന് അതിനുശേഷം, ബിസിനസ്സിൽ ഈ ലൈൻ ഉണ്ടാക്കിയതിന് ശേഷം? അല്ല, ഈ ലൈൻ ഉൾപ്പെടെയാണ് നമ്മൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഈ ലൈനും പുട്ടുപൊടിയും ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുവരെ വെയിറ്റ് ചെയ്തു അല്ലേ? അതെ. അത് വെയിറ്റ് ചെയ്ത് തന്നെ ചെയ്തു. കാരണം എനിക്ക് ആ സമയത്ത് വേറെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. ഒരു ഡീഫൈബറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു, ഒരു കൊയർ സ്പിന്നിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷനോടുകൂടി ഒരു ഇതുവരെ ഇല്ലാത്തൊരു ലൈനോടുകൂടി ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ സാധനം ഇറക്കണം, ജനങ്ങൾക്കത് ഉപകാരപ്രദമാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അത് വർക്കായി. മാർക്കറ്റിൽ അന്നുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ബ്രാൻഡുകളൊക്കെ ഞെട്ടിയോ ഇത് വന്നപ്പോൾ? ഇല്ലില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാൻഡായിട്ട് ഇറങ്ങുന്ന സമയത്ത് അന്ന് മാർക്കറ്റിൽ മറ്റ് ബ്രാൻഡുകൾ ഷോപ്പുകാർക്ക് കൊടുത്തിരുന്നത് 20 രൂപ റേറ്റിനായിരുന്നു. കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റിന് 30 അപ്പോൾ ഞാനത് ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ജനങ്ങൾ ഏകദേശം 50% കൂടുതലായിരുന്നു. അപ്പോൾ ഷോപ്പുകാർ എടുത്തു വെക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പൊൻകതിർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒട്ടും ഫെമിലിയർ അല്ല. ബാക്കി ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഇതിലും വിലക്കുറവിന് കിട്ടാനുള്ളപ്പോൾ നമ്മളെ ഇത് എടുത്തു വെക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സാറ് സാമ്പിൾ കൊടുത്തു കസ്റ്റമേഴ്സിന്, എന്നിട്ട് അവർ ചോദിക്കാൻ തുടങ്ങി കടയിൽ. അപ്പോൾ ഈ സാമ്പിൾ എങ്ങനെയാണ് കൊടുത്തത്? സാമ്പിൾ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ആദ്യം സെയിൽസിൽ ഇറങ്ങുമായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഓരോ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ അന്ന് ഇന്ന് കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റുകളല്ല, എല്ലാ ഷോപ്പിന് മുമ്പിലും ഒരു ബെഞ്ചും ഒരു അരമതിലും ഉണ്ടാവുമായിരുന്നു. അവിടെ കുറച്ച് ആളുകളും ഇരിക്കും. നമ്മൾ ഈ സാധനം പുതിയ സാധനം ഇങ്ങനെയാണ് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാന്നൊക്കെ പറയുമ്പോൾ ഇവരും അതിൽ കയറി ഇടപെടും. പിന്നെ ഇത് നടക്കും, ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ഇന്നും നല്ല പുട്ടുണ്ടാക്കിയേക്കണമെന്നൊക്കെ പറഞ്ഞ് ഇടപെടും. അപ്പോൾ ഞാൻ ഇവർക്ക് ഒരേ പാക്കറ്റ് സാമ്പിൾ കൊടുക്കും, എണ്ണൂകാഞ്ചി ഉണ്ടാക്കി നോക്കുക. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും. അടിപൊളി. നല്ലതാണെങ്കിൽ ചേട്ടൻ പറഞ്ഞ ഈ ഷോപ്പുകാരനോട് പറയാ ഐറ്റം വെക്കാന്ന് പറയും. അത് മിക്ക സ്ഥലങ്ങളിലും ഇവർ ഉണ്ടാക്കി നോക്കും. കടക്കാരന് കൊടുത്താൽ പലപ്പോഴും ഉണ്ടാക്കി നോക്കിയൊന്നുമില്ല, പക്ഷെ അവിടെ ഇരിക്കുന്നവരത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയുമായിരുന്നു, സംഭവം കൊള്ളാട്ടോ, ഒരു 5 കിലോ എടുത്ത് വെച്ചോട്ടാ എന്ന് പറയും. അങ്ങനെ ഓരോ ഷോപ്പിലും 5 കിലോ 10 കിലോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ ഷോപ്പിന് അടുത്തുള്ള ആൾക്കാർക്ക് സാമ്പിൾ കൊടുത്താണ് മുതലാളി തന്നെ ഇറങ്ങി മാർക്കറ്റിൽ സംസാരിച്ച് പുട്ടുപൊടി കൊടുത്ത് ആണ് പതുക്കെ ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ എത്ര കാലം ഉണ്ടായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അധിക കാലത്തേക്ക് അത് വേണ്ടി വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു റോസ്റ്റർ, ഒരു പൾവറൈസർ, ഒരു സ്റ്റീമർ, ഒരു ബോയിലർ, ഒരു പാക്കിംഗ് മെഷീൻ, അങ്ങനെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഓരോ റോസ്റ്ററുകൾ ആഡ് ചെയ്താണ് കൊണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. അത് ഒരുവിധം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഒരു യൂണിറ്റ് അതിനടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റോളം വലുപ്പത്തിലാണെന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് കുറച്ച് വലിയ താമസമില്ലാണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മതിയാവാത്തൊരവസ്ഥയിലേക്ക് എത്തി. നമ്മൾ ആ സ്ഥലത്ത് തന്നെ 3ാമതൊരു യൂണിറ്റും കൂടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ആണ് പിന്നെ നമ്മൾ പാലക്കാട്
ഇത്തിരി കൂടി വലിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും കേരളത്തിൽ മുഴുവൻ ബ്രാൻഡ് എത്തിയായിരുന്നോ? കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് എത്താൻ സാധിച്ചിരുന്നു. എല്ലാ ഷോപ്പുകളിലും അല്ല, എന്നാലും എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ പ്രസൻസ് കാണിക്കാൻ പറ്റിയിരുന്നു. ഇന്ന് കേരളത്തിൽ പുട്ട് മാത്രം എടുക്കാം. പൊൻകതിർ 100ഓളം പ്രോഡക്ട്സ് ഉണ്ട് നോക്കിയിട്ടുണ്ട്. 100ഓളം പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഹൈലൈറ്റ് പ്രോഡക്റ്റ് പുട്ട് തന്നെയാണ്, പുട്ടുപൊടി. അപ്പോൾ ഇന്ന് എത്ര പുട്ട് നമ്മൾ മലയാളി പൊൻകതിറിൻ്റെ കഴിക്കുന്നുണ്ട് ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ? ഇപ്പോൾ നമ്മൾ പുട്ടുപൊടി മാത്രം നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നത് ഒരു ദിവസം 70 മുതൽ 80 ടൺ വരെയാണ്. 80 ടൺ ഒരു ദിവസം നമ്മൾ പുട്ടുപൊടി മാത്രം പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഓർക്കുന്നുണ്ട്, എത്രയായിരുന്നു പ്രൊഡക്ഷൻ? ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 75 കിലോ ചാക്ക അരിയായിട്ടാണ്. ആ 75 കിലോ ആണ് നമ്മൾ ഫസ്റ്റ് ഡേ എടുത്ത പ്രൊഡക്ഷൻ. അത് തന്നെ ഒന്ന് സെയിൽ ചെയ്യാൻ വലിയ പാടായിരുന്നു. ഒരാഴ്ച കൂടുതൽ എടുത്ത് ആ 75 കിലോയിൽ നിന്ന് ഇന്ന് 75 ടണ്ണിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് പുട്ട്. അത്രയും പുട്ട് നമ്മൾ പോകുന്നില്ല. പുട്ട് കേരളത്തില് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭക്ഷണം ഫീലിംഗ് ആണ് അല്ലേ? പുട്ടിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ടോ മാർക്കറ്റിൽ? പുട്ടുപൊടിക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഓരോ ഏരിയയിലും ഓരോ കമ്പനികളുണ്ട്. നല്ല കോമ്പറ്റീഷനുള്ള ഫീലിംഗ്. പക്ഷെ ഇങ്ങനെ ഒരു ലൈനുമായിട്ട് ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഇങ്ങനെ ഒരു സൊല്യൂഷനായിട്ട് ഒരു പിന്നെ പല രീതിയിലുള്ള സൊല്യൂഷൻസ് വേറെ പലരും കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പുട്ടുപൊടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് സാർ? ഈ പറഞ്ഞ മെഷീനറികളിലൂടെയാണ് പുട്ടുപൊടി ഉണ്ടാവുന്നത്? അതെ. പുട്ടുപൊടി ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പം നമ്മളാണെങ്കിൽ 5 ടൈപ്പ് അരിയാണ് നമ്മൾ മിക്സ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. സിംഗിൾ പുട്ടുപൊടി? സിംഗിൾ പുട്ടിന്. അതെന്തിനാ 5 ടൈപ്പ്? അത് ഓരോ അരിക്കും ഓരോ ടേസ്റ്റാണ്. ഓരോ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. നേരത്തെ കാലങ്ങളിൽ എങ്ങനെയാ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു അരി അങ്ങ് പൊടിക്കും. നമ്മൾ വീട്ടിൽ അങ്ങനെയാണല്ലോ, പൊടിക്കും. തരി കൂടി അതിൽ നിന്ന് അരിച്ചെടുക്കും. തരി ഉള്ളത് പുട്ടിനെടുക്കും. നൈസായത് അപ്പത്തിനെടുത്ത് പോന്നിരുന്ന സമയത്താണ് നമ്മൾ അപ്പത്തിന് വേറെ അരി ഉപയോഗിക്കും. അപ്പത്തിന് ഈ പറഞ്ഞ പോലെ ഗുജറാത്ത് അരികൾ, അങ്ങനെ പല അരികളുണ്ട്. അതാണ് അപ്പത്തിന് ഉപയോഗിക്കുക. അതാണ് പാലപ്പത്തിനാണെങ്കിൽ വേറെ അരി ഉപയോഗിക്കാൻ തുടങ്ങി. പുട്ടിനാണെങ്കിൽ 5 ടൈപ്പ് അരികൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് തന്നെ നമ്മൾ വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോഴാണ് ഈ ഇതേപോലെ എത്തിയത്. 5 ടൈപ്പ് അരി വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ടോ സാധാരണ? അങ്ങനെ ഒരു അത് ഓരോ ബ്രാൻഡിനും ഓരോ റേഷ്യോ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഞാൻ തുടങ്ങിയ കാലത്തെ കാര്യമാണ് പറഞ്ഞത്. അന്ന് എല്ലാവരും ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു അരി എടുക്കും, പൊടിക്കും. അത് കഴിഞ്ഞ് പിന്നീട് മാറ്റങ്ങൾ വന്നല്ലോ. ഇപ്പം എല്ലാ കമ്പനികളും പല കോമ്പിനേഷൻ എടുത്താണ് അപ്പത്തിനാണെങ്കിലും പുട്ടിനാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അരികൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അത് ട്രേഡ് സീക്രട്ട് ആണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അരികളൊക്കെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ തന്നെ. കേരളത്തിലുള്ള അരിയാണോ? അല്ല, കേരളത്തിലുള്ള അരി വളരെ കുറവാണ്. മിക്കവാറും ഗുജറാത്ത്, കർണാടക, ആന്ധ്ര. നമ്മൾ കാണുന്ന പുട്ടുപൊടി പാക്കറ്റിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അത് പാക്കറ്റിലേക്ക് ആവുന്നതിന് മുമ്പ് നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അരി വരുന്നു, അരി ആദ്യം ബ്ലെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അരി വാഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് റോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പൗഡർ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. അങ്ങനെ 70 ടൺ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഒരു ദിവസം. പുട്ട് അത്രയും പുട്ട് മലയാളി കഴിക്കുന്നുണ്ട്. സൂപ്പർ. സാറിന് പുട്ട് ഇഷ്ടമാണോ? പുട്ട് വളരെ ഇഷ്ടമാണ്. പുട്ട് ഫാൻ ആയതുകൊണ്ടാണോ പുട്ടുപൊടിയിൽ ഇറങ്ങാൻ ആദ്യം? തീർച്ചയായിട്ടും. പുട്ട് ഞാൻ വീട്ടിൽ നേരത്തെ ഒരുപാട് ഉണ്ടാക്കി നോക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മിക്കപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ബലമായിരുന്നു. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി തേങ്ങ ചേർത്തൊക്കെ തിരുമ്മിയൊക്കെ നോക്കുമായിരുന്നു. പല ഐഡിയ അന്നേ ഉപയോഗിച്ച് നോക്കിയിരുന്നു. ഇപ്പൊ നമ്മുടെ പൊടിയാണോ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും. ഈസി ആണല്ലോ നിങ്ങൾ ഉണ്ടാക്കാൻ. എത്ര പ്രോഡക്ട്സ്? 100ഓളം പ്രോഡക്ട്സ് ഉണ്ട് പൊൻകതിറിന്. സാറിന്റെ ഒരു ഹൈലൈറ്റ് 5 പ്രോഡക്റ്റ് വെച്ച് ഏതൊക്കെ പറയും? ഇപ്പൊ നമുക്ക് ഇത് പോകുന്ന ഇതുണ്ട്, പുട്ടുപൊടിയുണ്ട്, അപ്പപ്പൊടിയുണ്ട്, പാലപ്പുണ്ട്, പിന്നെ ചെമ്പാപ്പുട്ടുണ്ട്, റാഗിപ്പുട്ടുണ്ട്, ഈസി ഇടിയപ്പുണ്ട്. ഈസി ഇടിയപ്പം എന്ന് വെച്ചാൽ നമുക്ക് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാവുന്ന ഇടിയപ്പുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പിഴിയും. അത് സാധനം ഇടിയപ്പം ഉണ്ടാക്കും, ചൂടുവെള്ളത്തിൽ കുഴക്കണമല്ലോ. ഇത് വേണ്ട, പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. അങ്ങനെ ആക്കി എടുത്തു. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ആ സൊല്യൂഷനാണ് ഇവിടുത്തെ. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. അടിപൊളി. 2010 സാറ് ഈ പൊൻകതിർ പുട്ടുപൊടിയുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. അതുവരെ പല
സംരംഭങ്ങളും ഉണ്ടായിരുന്നു. ഈ ബിസിനസ് സംരംഭം എന്നുള്ള ഓൾറെഡി മനസ്സിലുള്ള ഒരു സംഗതിയായിരുന്നു, ചെറുപ്പം മുതലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ബിസിനസ് തന്നെ ആവുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, പഠിക്കാൻ അത്ര വലിയ മിടുക്കനൊന്നായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഞാൻ വീട്ടിൽ എപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു ബിസിനസ്സാണ്. പക്ഷെ എൻ്റെ ഫാമിലിയിൽ അധികം പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അവരാരും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. ഒരു പഠിച്ചൊരു ജോലി വാങ്ങിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു വീട്ടിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അതിൽ വ്യത്യസ്തമായിട്ട് പോയത് ഞാൻ മാത്രമാണ്. അടിപൊളി. ഇപ്പൊ എല്ലാരും എന്താ പറയുന്നത്? ബിസിനസ്സുകാരൻ്റെ സക്സസ്ഫുൾ ബ്രാൻഡിന്റെ ഓണറായി കഴിഞ്ഞപ്പോ, ഫൗണ്ടറായി കഴിഞ്ഞപ്പോ ഇപ്പോഴും അവര് പറയുന്നത് ബിസിനസ് ഭയങ്കര ടെൻഷനാണല്ലോ. അങ്ങനെ പറയണ്ടല്ലേ? ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബിസിനസ് ചെയ്യാനായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ കേൾക്കുന്നുണ്ട്, അവരോട് എന്താ സാറിന് പറയാനുള്ളത്? അതിൽ ഇപ്പോൾ അവരോടല്ല എനിക്ക് പറയാനുള്ളത്, പേരൻസിനോടാണോ? പാരൻസിനോടും ടീച്ചേഴ്സിനോടാ. ഓക്കെ. എന്താന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാരൻസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ടീച്ചറോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ ടീച്ചർ പറയും, നീ പഠിച്ചും മിടുക്കനായി നിനക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും. ഇതാണ് ചെറുപ്പം മുതൽ എനിക്ക് ടീച്ചർമാരുടെ അടുത്തുനിന്നും പാരൻസിൻ്റെ അടുത്തുനിന്നും കിട്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഉപദേശം. പഠിച്ചു മിടുക്കനായി നല്ലൊരു ജോലി വാങ്ങിച്ച് നിന്റെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. അതാണ് എൻ്റെയൊക്കെ ആ സമയത്ത് മിക്ക കുട്ടികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടികളൊക്കെ പഠിച്ചു വരുന്നത് പോലും ജോലിക്ക് വേണ്ടിയാ. നമ്മൾ പഠിക്കണത്, എനിക്ക് പഠിക്കുന്നത് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് എല്ലാ കുട്ടികളും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ കണ്ട കുട്ടികളൊക്കെ UK-യിലേക്കും US-ലേക്കും ഒക്കെ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്, പഠിക്കുക, ജോലി വാങ്ങിക്കുക. പക്ഷെ അവർ പഠിച്ചു വന്നു കഴിയുമ്പോൾ ഒരു നല്ല ജോലി കിട്ടിയില്ലെങ്കിൽ അവരാ ജോലി തേടിപ്പോവും. അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനോടായാലും പാരൻസിനോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചും മിടുക്കന്മാരായി 10 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം ആരംഭിക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കണമെന്നാണ്. സൂപ്പർ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ചെറുപ്രായത്തിൽ നമ്മളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എന്താണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അതായിരിക്കും അവരുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ കിടക്കുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു 100 കുട്ടികളുള്ളതിൽ ഒരു 10 കുട്ടിയെങ്കിലും ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യും, സംരംഭകനായേക്കാം. അപ്പോൾ അവനൊരു 10 പേർക്ക് വെച്ച് ജോലിയും കൊടുക്കും. അപ്പോൾ നാടിന് അതൊരു ഗുണമാവും ഉറപ്പായിട്ടും. അതായത് നിങ്ങൾ പഠിച്ച് നല്ലോണം പഠിച്ചാൽ നല്ല ജോലി കിട്ടുമെന്ന് മാത്രം പറയരുത്. നല്ല ജോലി ആയിക്കൊള്ളുന്നില്ല, നല്ല ബിസിനസ്സുകാരനും ആവാം. നീ പഠിച്ചു മിടുക്കനായി 10 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കണം എന്നാണ് സാറിന്റെ ആഗ്രഹം. പോയിന്റ്. സൂപ്പർ. നല്ല ജോലിക്ക് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കുന്നത് ജോലി അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ പോലും അല്ല, അവൻ ഏത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് നോക്കിയാണ് പഠിക്കുന്നത്. സാർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ 20 രൂപ ആയിരുന്നു പുട്ടിന്, നമ്മൾ 30 രൂപയാക്കി കൂട്ടി വിൽക്കേണ്ടി വരുമ്പോൾ, കാരണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായ ചാലഞ്ചിനെ എങ്ങനെയാണ് മറികടന്നത്? അതാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും സാമ്പിൾ കൊടുത്ത് അതിന്റെ ടേസ്റ്റ് ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുന്നതിന് ഒരു കാരണവശാലും കസ്റ്റമേഴ്സ് എതിരല്ല. അവർക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിയാൽ മതി. ആ ക്വാളിറ്റി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റണത്. ഓക്കെ. ഈ ഫീൽഡിൽ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിൽ നിൽക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ ചെയ്യാൻ മസ്റ്റായിട്ടും ചെയ്യേണ്ട 3 കാര്യങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പറയും സാർ? ഒന്ന്, ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോകണം. ഓക്കെ, ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോകണം. പിന്നെ രണ്ടാമത് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പേർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ളവർക്കും നമ്മളുടെ അടുത്തുള്ളവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ യൂണിറ്റിൽ 90% സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മാക്സിമം റേറ്റ് കുറച്ച് വലിയ പ്രോഫിറ്റ് ഇല്ലാണ്ട് സപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രോഫിറ്റ് ഇല്ലാണ്ട് ഒരു സ്ഥാപനം കൊണ്ട് നടക്കാനും സാധിക്കില്ല.
കാരണം എന്ന് വെച്ചാൽ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണമല്ലോ. അന്ന് പഠിക്കാൻ മിടുക്കനല്ലായിരുന്ന കുട്ടി ഇന്ന് എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്? ഇപ്പം നമ്മളുടെ യൂണിറ്റിൽ 400 കൂടുതൽ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 3 യൂണിറ്റായിട്ടാണ് നമ്മളുടെ വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് 2 യൂണിറ്റും പാലക്കാട് 1 യൂണിറ്റുമാണ് വർക്ക് ചെയ്യുന്നത്. 400 മീതെ സ്റ്റാഫുകളുണ്ട്. സൂപ്പർ. ഇത്രയും ജോലിക്കാരുള്ളപ്പോൾ നമ്മൾ ആസ് എ മാനേജിങ് ഡയറക്ടർ MD നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ സാറിൻ്റെ ഒരു തിയറി എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്താൻ എന്താ ചെയ്യാറ്? എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്താനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. കാര്യം എല്ലാവർക്കും ഓരോ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവരുടെ വർക്കുകൾ ചെയ്യും. അവരുടെ കാര്യങ്ങൾ ഞാൻ കയറി ഇടപെടാറില്ല. മുതലാളി എല്ലാത്തിലും ഇടപെടരുത്. ഞാൻ ഇടപെടാറില്ല. കാരണം സെയിൽസിന് ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് നോക്കിക്കോളും, പർച്ചേസ് നോക്കിക്കോളും, HRന്റെ കാര്യങ്ങൾ നോക്കിക്കോളും. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം 2010 തുടങ്ങുമ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? 2010 തുടങ്ങുമ്പോൾ ഒരു 6 പേരുണ്ടായിരുന്നു. അവിടുന്ന് 400ലേക്ക് വന്നു കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട്. പൊൻകതിറിൻ്റെ ഒരു വിഷൻ ലൈൻ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി, പ്യൂരിറ്റി, അഫോർഡബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ക്വാളിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നമ്മളതിൽ ഇൻവോൾവ് ആവണം. സാറിൻ്റെ ഇതിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലേ? അതെ. അതിൽ പ്രത്യേകിച്ച് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും, ടേസ്റ്റിലാണെങ്കിലും എന്തിലും വ്യത്യാസം വന്നാലും അത് നമ്മുടെ ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ ആദ്യ കാലങ്ങളിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ലോഡിൽ കൂടുതൽ അരി ഇറക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഓക്കെ. കാരണം അതിനുള്ള പ്രൊഡക്ഷൻ ഉണ്ടായുള്ളൂ, സെയിൽ ഉണ്ടായുള്ളൂ, നമ്മളിൽ പൈസയും ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് കൂടുതൽ ബ്രാൻഡുകളുടെ അരി ഇറക്കി വെക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റൈസിൽ കംപ്ലൈൻറ്റ് വന്നാൽ അത് മടക്കി കൊടുക്കാനും നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അത് മടക്കി കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ലോഡ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് QC ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗോഡൗണിൽ ലോഡ് ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ടും നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും QC ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റിലേക്ക് പോവുള്ളൂ. QC എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ചെക്കാണ്. ക്വാളിറ്റി ചെക്കിൻ്റെ ഇപ്പോഴത്തെ രീതികൾ എങ്ങനെയൊക്കെയാണ്? പണ്ട് നമ്മൾ കഴിച്ചു നോക്കുമായിരിക്കും. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വാളിറ്റി ചെക്ക് നടക്കുന്നത്? ഇപ്പം അതിന് നമ്മൾ മോയ്സ്ചർ ചെക്ക് ചെയ്യുക, അതിൻ്റെ അമിലോസ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടാണ്ട് നമുക്ക് ലാബുണ്ട്. ഇത് കൂടാണ്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇത് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രാൻഡിന്റെ മാത്രമല്ല നോക്കാറ്. എല്ലാ ബ്രാൻഡിന്റെയും വാങ്ങിക്കും. ഇപ്പൊ പുട്ടാണെങ്കിൽ എല്ലാ ബ്രാൻഡിന്റെയും പുട്ടുണ്ടാക്കി വെക്കും. 10-12 പേരെ കൊണ്ട് അത് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഓരോന്നിനും മാർക്ക് ഇടിക്കും. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഡിഫക്റ്റ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കോഫി ടീ ടേസ്റ്റേഴ്സ് ഒക്കെ ഉള്ള പോലെ പുട്ട് ടേസ്റ്റേഴ്സ് ഉണ്ടോ? ആ പുട്ട് ടേസ്റ്റേഴ്സിനായിട്ട് പ്രത്യേക ആളുകൾ എടുത്തേക്കല്ല, നമ്മുടെ സ്റ്റാഫുകളെ കൊണ്ട് തന്നെ അത് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കും. ഒരാൾ സാറായിരിക്കുമോ? ഞാനും ടേസ്റ്റ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും എൻ്റെ വൈഫ് മിനി ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ്. ടേസ്റ്റ് കറക്റ്റായിട്ട് പിടിക്കും. ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അടുത്താണ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുന്ന സാധനങ്ങളുടെ പ്യൂരിറ്റിയാണ്. ഇപ്പം മുളകിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുളക് പൊടിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ വരാലോ. അപ്പം അതൊരു ചാലഞ്ച് അല്ലേ ഇപ്പോഴത്തെ ഒരു? അതെ, അത് തീർച്ചയായിട്ടും അത് ചലഞ്ചാണ്. എന്ന് വെച്ചാൽ മുളക് പൊടിയിലാണെങ്കിലും അരിയിലാണെങ്കിലും കിഴങ്ങിലാണെങ്കിലും എന്തിലാണെങ്കിലും പെസ്റ്റിസൈഡ്സിൻ്റെ അംശം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കമ്പനിയും ചേർക്കുന്നതല്ല, കൃഷി സ്ഥലത്തു നിന്ന് തന്നെ ചെടി വലിച്ചെടുക്കുന്നതാണ്. ഓക്കെ. നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിച്ചാണ് എല്ലായിടത്തും കൃഷി നടക്കുന്നത്. നെല്ലാണെങ്കിലും മുളകാണെങ്കിലും കിഴങ്ങാണെങ്കിലും ഈ ഇഞ്ചി ആണെങ്കിലും എന്താണെങ്കിലും അത് ഒരു കാരണവശാലും നമുക്ക് കഴുകിയൊന്നും കളയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ അത് പെസ്റ്റിസൈഡ്സ് അധികം ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു പ്രതിവിധി. അങ്ങനത്തെ സ്ഥലങ്ങൾ എവിടേക്കാണ് സാറ്? അല്ല, അത് നമ്മൾ തന്നെ എല്ലാത്തിനും ഏജൻസാണ്. ഓക്കെ. അവരോട് നമ്മൾ പറയും നമ്മളുടെ ഇതിൽ അധികം പെസ്റ്റിസൈഡ്സ് ഉള്ളത് വരരുത് എന്നുള്ളത്.
അപ്പോൾ നമുക്ക് ഇത്രയും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർ മാക്സിമം അവരുടെ ബിസിനസ്സും പോകാണ്ടിരിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ മാക്സിമം അവർ നോക്കി ചെയ്തു തരും. കേരളത്തിൽ കഴിക്കാനുള്ള പുട്ടിനുള്ള അരി കേരളത്തിൽ നിന്ന് കിട്ടുമോ നമുക്ക്? കേരളത്തിൽ അതിനുള്ള കൃഷിയില്ല. ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാവരും പുറത്തുനിന്ന് ഇറക്കുവാണ്. എല്ലാ കമ്പനികൾക്കും തന്നെ ആന്ധ്ര, കർണാടക, ഡൽഹി, ഗുജറാത്ത് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വളരെ കുറവായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി കേരളത്തിലുള്ള അധികം അരിയും നമ്മൾ ചോറാക്കാനും മറ്റുമാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പം നമുക്ക് ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ അവരോട്? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്ന് വെച്ചാൽ അവരും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സെയിലാവാൻ വേണ്ടിയില്ലേ. അപ്പോൾ നമുക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. പൊൻകതിർ ഇപ്പം കേരളത്തിൽ മാത്രമല്ല, എനിക്കൊന്ന് പുറത്തുമുണ്ട്, മലയാളികളുള്ള സ്ഥലത്തൊക്കെ ഉണ്ടെന്നുണ്ട്. എവിടെയൊക്കെ ഉണ്ട് പൊൻകതിറിൻ്റെ പുട്ട് എവിടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും? നമുക്ക് കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഔട്ട്സൈഡ് കേരള മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റ് ഉണ്ട്, UK, USA തുടങ്ങിയ എയർലൈൻ തുടങ്ങിയ മിക്ക രാജ്യങ്ങളിലും നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഫുള്ളായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഞാൻ ബിസിനസ് തുടങ്ങിയപ്പം 50,000 രൂപയ്ക്കാണ് ഞാൻ തുടങ്ങിയത്. സ്റ്റാർട്ടിങ് 1,00,000 തുടങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ സാറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വലിയ രീതിയിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ഒരു റോസ്റ്റർ, ഒരു ഹാമർ മില്ല്, ഒരു സ്റ്റീമർ, ഒരു ബോയിലർ, പാക്കിംഗ് മെഷീൻ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതും വീടിൻ്റെ സൈഡിലാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അത് സെയിൽ കൂടി വരുന്നതിനനുസരിച്ചാണ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ബിസിനസ് അല്ല ഫസ്റ്റ് കയറാണ്. ഞാൻ 21ാമത്തെ വയസ്സിലാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. പലതും പരീക്ഷിച്ചിട്ടാണ് അവസാനം പൊൻകതിറിലെത്തുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങണോ അതോ വലുതായിട്ട് തുടങ്ങണോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ചെറുതായിട്ട് തുടങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ. എന്ന് വെച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയാലേ നമുക്ക് അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ സാവധാനം വലിയ ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാം. ഇപ്പം തന്നെ നമ്മൾ പാലക്കാട് ഫ്രോസൺ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്രോസണിൻ്റെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം സെയിലിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളിപ്പോൾ അവിടെ ഒരു പുതിയ യൂണിറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് തന്നെ. ആദ്യം നമ്മളൊരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന പ്രശ്നങ്ങളായിരിക്കില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഇൻഡസ്ട്രി എത്ര വലുതായിരിക്കും? ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഇൻഡസ്ട്രി വലിയ ഇൻഡസ്ട്രിയാണ്. അതിൽ എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് സ്പേസുകളുണ്ട്. അപ്പോൾ പുതിയ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വരാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇനിയും നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് മാർക്കറ്റിൽ. എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ഒരുപാട് ബ്രാൻഡുകൾ. എന്നാലും നമുക്കും ഒരു സ്പേസ് കിട്ടിയില്ല. ഒരുപാട് സ്പേസ് ഉണ്ട്. ധൈര്യമായിട്ട് പുതിയ സംഭവമായിട്ട് വരണം. പുതിയ സംഭവമായിട്ട് വരാം, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകളായിട്ട് വരാം. ഇപ്പോൾ ഈ പുട്ട് അപ്പം മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ഐറ്റംസ്. ഇപ്പോൾ ഇന്നാൾ വന്നതാണ് ഈ പറഞ്ഞ പോലെ കുഴിമന്തിയും കാര്യങ്ങളൊക്കെ. ഇപ്പം എന്തൊരു മാർക്കറ്റായി അതിന്. അല്ല, ഫുഡ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. പുതിയ എന്തെങ്കിലും സാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ അപ്പം? അല്ല, നമ്മളിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഫ്രോസൺ യൂണിറ്റ്. ഇപ്പോൾ അതിലാണ് വരുന്നത് പൊറോട്ട, ചപ്പാത്തി, പഴംപൊരി, കുമ്പളപ്പം തുടങ്ങി കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും. കുമ്പളപ്പം എങ്ങനെ ഫ്രോസൺ ചെയ്ത് കുമ്പളപ്പം ഉണ്ടാവും, പുട്ട്, കടലക്കറി എല്ലാം ഉണ്ട്. ഫ്രോസൺ ഉണ്ട്. പഴംപൊരി ഉണ്ട്, ഉഴുന്നോട, സവാള വട, ബോണ്ട. പണ്ട് മലയാളികൾ കഴിച്ചിരുന്ന ഭക്ഷണം വരെ ഇന്ന് ഫ്രോസൺ ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചൂടാക്കിയാൽ മതി? ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയിട്ട് നേരെ -40 ഡിഗ്രിയിലേക്ക് ഫ്രീസ് ചെയ്യും, ബ്ലാസ്റ്റ് ചെയ്യും. അതിനുശേഷം -18 ഡിഗ്രിയിൽ കീപ്പ് ചെയ്യും. ഇത് കസ്റ്റമറും ഈ -18 ഡിഗ്രിയിൽ തന്നെ സൂക്ഷിക്കണം. കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓവനിൽ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയായി. എല്ലാ ഐറ്റവും. ഇപ്പോൾ UK, USA തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിൽ നടക്കുന്നത് ഇതിനാണ്, ഫ്രോസൺ ഐറ്റത്തിന്. ഫ്രോസണിൽ എന്താ പോകണത് ശരിക്കും UK, US കൂടുതലും? ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട, തേങ്ങ,
കപ്പ, പഴംപൊരി. മലയാളികളാണ് അപ്പോൾ വാങ്ങുന്നത്? മലയാളികളാണ് മെയിനായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള പൊറോട്ട ഫ്രോസൺ ചെയ്ത് UK പോകുന്നുണ്ട്. UK, USA എല്ലായിടത്തും പോകുന്നു. പൊൻകതിറിലെ നമ്മുടെ സെയിം ബ്രാൻഡ് നെയിമിലോ ആണ്. അടിപൊളി. എത്ര വലിയ ബ്രാൻഡാണ് പൊൻകതിർ എന്ന് വെച്ചാൽ സാർ എങ്ങനെ അതിന് മറുപടി പറയും? എത്ര വലിയ ബ്രാൻഡ് എന്നല്ല, ജനങ്ങൾ അത് ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. വലിയ ബ്രാൻഡ് ആവുക എന്നുള്ളതല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക, ജനങ്ങൾക്ക് ആ ബ്രാൻഡിനോട് ഒരു ഇഷ്ടം തോന്നണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സാർ ഇപ്പം വീടിൻ്റെ സൈഡിലാണ് യൂണിറ്റ് തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം പലവരും ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലി കിട്ടാണ്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആവാണ്ട് വരുമ്പോഴാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്. ആ ബിസിനസ്സിനോട് നമുക്ക് പാഷൻ ഉണ്ട്, നമ്മളുടെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പൊല്യൂഷൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ നിന്ന് മാറി ഇന്ന് കേരളത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ എല്ലാ ലൈസൻസുകളും കിട്ടും. എല്ലാ ലൈസൻസും K-Swift വഴി നമുക്ക് എല്ലാ ലൈസൻസുകളും ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. അത്ര സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്ത് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചാലും തുടങ്ങാൻ എല്ലാവിധ സാഹചര്യവും ഉണ്ട്. തുടങ്ങണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രികൾ കേരളത്തിൽ വരണം, കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കണം, അതേപോലെ കേരളത്തിലെ കുട്ടികൾ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സാർ തുടങ്ങിയപ്പം ഇത്രയും ദിവസം എടുക്കും എന്ന് പറഞ്ഞു ലൈസൻസ് കിട്ടാൻ. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ലൈസൻസ് ഒക്കെ കിട്ടും, വേണ്ട ലൈസൻസ് കിട്ടും എന്നല്ല, എനിക്ക് കിട്ടി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്ങിന്, ഇപ്പോൾ പാലക്കാട് പുതിയ ഫ്രോസൺ യൂണിറ്റിൻ്റെ പുതിയ യൂണിറ്റാണ് പണിയുന്നത്, മകൻ്റെ പേരിലാണ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ ഓഫീസിൽ നിന്ന് ഈ ലൈസൻസുകൾ എടുത്തത്. അത്രയും സ്പീഡായി കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ലൈസൻസുകൾ എടുക്കാന്നുള്ളതാണ്. ആസ് എ ബിസിനസ്സുകാരൻ, ആസ് എ സംരംഭകൻ, കേരളത്തിൽ ഇപ്പം സാർ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മാറ്റം പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. അത് സ്പീഡായി. ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇനി ഈ ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരണം. ഇൻഡസ്ട്രികൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹം നമ്മുടെ കുട്ടികളിൽ വരണം. അവർ അത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗുജറാത്തിലോ മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ടാണ്. ഏത് നല്ല ബിസിനസ്സുകാരെടുത്താലും അതൊരു ഗുജറാത്തി ആയിരിക്കും, നാളെ അതൊരു മലയാളി ആവണം. ഈ കേരളത്തിൽ യൂസഫ് അലിയെ പോലെ ഒരുപാട് ആളുകൾ വരണം, അതിന് നമ്മളുടെ മക്കൾ അതിന് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിജു സാറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഇപ്പോൾ? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധിച്ചു, കുറച്ച് പേരെങ്കിലും ആ ബ്രാൻഡിനെ സ്നേഹിക്കണ് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പുട്ട് കഴിച്ചിട്ട് പറയാറുണ്ട് ആൾക്കാർ? പറയാറുണ്ട്. സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല ചെറിയ കുട്ടികൾക്കും പുട്ടുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് പുട്ടുണ്ടാക്കിയെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പലവരും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അടിപൊളി. അപ്പോൾ ഈ പുട്ടുപൊടി കൂടാതെ ടോപ്പ് 5 പ്രോഡക്ട്സ് എന്തൊക്കെയാണ് സാറ് ചൂസ് ചെയ്യണമെങ്കിൽ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുട്ട് ചെയ്യുന്നുണ്ട്, അപ്പപ്പൊടി ചെയ്യുന്നുണ്ട്, പാലപ്പം ചെയ്യുന്നുണ്ട്, ECDയപ്പം ചെയ്യുന്നുണ്ട്, റവ ചെയ്യുന്നുണ്ട്. ഇത് 5 ആയിരിക്കും ടോപ്പ് 5 ആയിട്ട് സെലക്ട് പോകുന്നത്. ECDയപ്പം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ECDയപ്പം എന്ന് വെച്ചാൽ അത് പച്ചവെള്ളം കൊണ്ട് സാധാരണ തിളച്ച വെള്ളത്തിൽ പൊടിയിട്ട് നമ്മൾ കുഴച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ കുഴക്കാം. അതിന് നമുക്കൊരു ടാഗ് ലൈൻ ഉണ്ട്, ഇടിയപ്പം ഉണ്ടാക്കാൻ കൈകൊള്ളാതെ എന്ന് പറഞ്ഞു. അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരു വിഷമം പിടിച്ചൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യാറ്? അതിന് ഓവർകം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന ചലഞ്ചുകളിൽ ഏറ്റവും വലുതായിരുന്നു 2018 വെള്ളപ്പൊക്കം. അപ്പം ഞങ്ങളുടെ കമ്പനി അത് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയതാണെന്ന്. പൂർണ്ണമായിട്ടും കമ്പനിയുടെ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ 20ാമത്തെ ദിവസം കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു.
അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിന് പിന്നിട്ട് സംഭവിച്ചു. വെള്ളപ്പൊക്കം വന്നു, മെഷീൻസ് എല്ലാം മുങ്ങിപ്പോയി, സ്റ്റോക്ക് എല്ലാം പോയി, വണ്ടികൾ കുറച്ച് മുങ്ങിപ്പോയി. പക്ഷെ നമ്മളത് കണ്ട് മാറി നിന്നില്ല ഒരാൾ പോലും. എൻ്റെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് പോലും മാറി നിന്നില്ല. എല്ലാവരും കമ്പനിയിൽ വന്ന് എല്ലാ കാര്യങ്ങളും, ക്ലീനിങ്ങിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് അരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് മുഴുവൻ കൊണ്ട് കളയുക എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അത്ര ഉള്ള പ്രശ്നം പോലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി. കമ്പനിയുടെ മുകളിലേക്ക് വെള്ളം, കമ്പനിയുടെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ മെഷീനൊക്കെ പിന്നെ നമ്മൾ നന്നാക്കി എടുത്തു. മെഷീനൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാക്കിംഗ് മെഷീൻ 4-ാമത്തെ ദിവസം വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ പാക്കിംഗ് മെഷീനിൽ അവർ വന്നു. പാക്കിംഗ് മെഷീൻ കൊണ്ടുപോയി, ചെന്നൈയിൽ നിന്നായിരുന്നു മെഷീൻസ്. അവർ വേറെ മെഷീൻ കൊണ്ടുവന്ന് വെച്ച് തന്നു. അതിലും മോട്ടറുകൾ ഉണ്ടായിരുന്നു. മോട്ടറുകൾ അത് രണ്ടാമത് ഓവനിൽ കയറ്റി അത് അവർ തന്നെ, അതിൻ്റെ സർവീസ് ചെയ്യുന്ന കമ്പനികൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പം ഇത്രയും വെള്ളം കയറിയപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു സാറിൻ്റെ മനസ്സിൽ? അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന് ഞങ്ങൾ നേരെ കാക്കനാടേക്കാണ് പോകുന്നത്. പിന്നെ അവസ്ഥയില്ല അതിൽ. പിന്നെ കഴിഞ്ഞിട്ട് നോക്കാം അത്രേ ഉള്ളൂ. നേരിട്ടു നമുക്ക് ചില കോട്ട്സ് ഉണ്ടാവും നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞത്, വല്യപ്പച്ചൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലൈൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ലൈൻസ് ഉണ്ടാവും? എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാൽ പറ്റാവുന്നതും ആരിൽ നിന്നും കടം വാങ്ങിക്കരുന്നു. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കടം കിട്ടുന്നുള്ള തോന്നലുള്ളത് കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുന്നു അറിയാം. കടം വാങ്ങിക്കരുന്നു. അതേപോലെ പിന്നെ അച്ഛൻ എന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വെറുതെ കിടന്ന് കിട്ടിയാൽ പോലും 1 രൂപ നമ്മൾ എടുക്കരുന്നുള്ളത്. അത് ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എൻ്റെ മകനോടായാലും മകളോടായാലും പറയാറുണ്ട്, വെറുതെ വഴി കിടന്ന് കിട്ടിയാൽ പോലും എടുക്കരുത് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളുടെ കഴിവുകളാണ് അതുകൊണ്ട് നശിക്കുന്നത്. ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നു സാറ്? എന്താ ആലോചിക്കാറ്? പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോഴും ഓരോ ദിവസവും ഓരോ ഐറ്റംസ് R&D നടന്നുകൊണ്ടിരിക്കും. അതിന് നമുക്ക് സ്റ്റാഫുകളുണ്ട്, R&D നടത്താനായിട്ട് സ്റ്റാഫുകളുണ്ട്. അവർ പുതിയ ഐറ്റംസ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ വിജയിക്കും. അത് നമ്മൾ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് എത്തിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഫ്രോസണിലേക്ക് കടന്ന സ്ഥിതിക്ക് പുതിയ ഒരുപാട് ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്നലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ്. അത് ഫ്രോസണാക്കി. അത് ഒരു 20-25 ടൈപ്പ് അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൽ നിന്നൊരു ഐറ്റം ഫിക്സ് ആവുന്നത്. അത് 1 ദിവസത്തെ 2 ദിവസത്തെ പണിയല്ല. ഏകദേശം 1 മാസത്തോളം അവർ ഇതിൻ്റെ പുറകെ തന്നെ നിന്ന് പലതരം മാങ്ങകൾ ഉപയോഗിച്ചു, പലതരം റെസിപ്പികൾ ഉപയോഗിച്ചൊക്കെയാണ് ഇത് ഓരോന്ന്. അതും ഇതേപോലെ കുറേ പേരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. സൂപ്പർ. നമുക്ക് അങ്കമാലി മാങ്ങക്കറിക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായേക്കാൻ നമ്മളെങ്ങനെ തീരുമാനിക്കുന്നത്? അല്ല, അതിനൊരു മാർക്കറ്റ് ഉണ്ട്. അങ്കമാലി മാങ്ങക്കറി, ഇപ്പം അതേപോലെ പുളിശ്ശേരി, ഇങ്ങനെയുള്ളതിനൊക്കെ പുറത്ത് നല്ല മാർക്കറ്റ് ഉണ്ട്. ഇതിനൊക്കെ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ്. അപ്പോൾ അവിടെ ആൾക്കാർ വാങ്ങും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി എങ്ങനെയായിരിക്കും നടത്തുന്നത്? മാർക്കറ്റ് സ്റ്റഡി എപ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് നോക്കും. അതവിടെ കിട്ടുമോ നോക്കും. പിന്നെ അവിടെ നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരോടൊക്കെ ചോദിക്കും അവർക്ക് എന്താണ് ആഗ്രഹം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ ഐഡിയകൾ പറയും. അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു വിടും. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഓൾറെഡി സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ബ്രാൻഡുമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരാൾ എൻ്റെ ഇപ്പോൾ സപ്പോസ് എനിക്കൊരു പുട്ടുപൊടി ഉണ്ടെന്ന് വിചാരിക്കും, അതായിട്ട് എനിക്ക് പുറത്ത് UAE അങ്ങനത്തെ മാർക്കറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം? പലതരത്തിൽ ചെയ്യാം. അവർക്ക് നേരെ അവിടെ ചെന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നത് എല്ലായിടത്തും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തുകയാണ്. ഞാൻ ഇവിടുന്ന് ഐറ്റം അവിടെ എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യുന്നത് അവരാണ്. എല്ലാ രാജ്യങ്ങളിലും നമ്മളവിടെ ഐറ്റം എത്തിച്ചു കൊടുക്കും, ബാക്കിയെല്ലാം ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്തിലാണോ? അല്ലല്ല, ഷിപ്പ് കണ്ടെയ്നറാണ് പോകുന്നത്.
അപ്പം കൊച്ചിയിൽ നിന്ന് കടൽ മാർഗമാണ് പൊൻകതിർ പല രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഒരുപാട് മലയാളികളിലേക്കും പൊൻകതിറിന് ഇനിയും എത്താൻ പറ്റട്ടെ, പൊൻകതിറിൻ്റെ ഫുഡ് പ്രൊഡക്ട്സിന് എത്താൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.